ഹലോ നമസ്കാരം. റൈസ് ടു പി എസ് സിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് LDC, LGS, റെയിൽവേ അല്ലെങ്കിൽ ഇനി വരുന്ന പ്രിലിമിനറി എക്സാം ഇതിനെല്ലാറ്റിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജിയോഗ്രഫിയുടെ ടോപ്പിക്ക്. അതിൽ മേഘങ്ങൾ എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മേഘങ്ങൾ. ഈ മേഘങ്ങൾ എന്നുള്ള ഡീറ്റെയിൽസിൽ കുറച്ച് കണക്റ്റീവായിട്ടുള്ള പോയിൻറ്റ്സാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ മേഘങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് അന്തരീക്ഷത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കൂടെ ഇതിനകത്ത് പറയണം. സോ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് മേഘങ്ങളിലേക്ക് വരാം. സോ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അന്തരീക്ഷത്തെ പൊതുവെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അന്തരീക്ഷത്തെ രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെയായിരുന്നു? ഹോമോസ്ഫിയർ എന്നും ഹെട്രോസ്ഫിയർ എന്നും. അന്തരീക്ഷത്തെ എത്രയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ജനറലായിട്ട് രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഹോമോസ്ഫിയർ എന്നും ഹെട്രോസ്ഫിയർ എന്നും. അതിൽ താപത്തിൻ്റെ വ്യത്യാസത്തിൽ ഹോമോസ്ഫിയറിനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയനോസ്ഫിയർ, ദെൻ എക്സോസ്ഫിയർ. ഏതൊക്കെയായിരുന്നു? ട്രോപ്പോസ്ഫിയർ സംയോജന മേഖല എന്നറിയപ്പെടുന്നതാണ് ട്രോപ്പോസ്ഫിയർ അല്ലേ. ഭൂമിയോട് ഏറ്റവും അടുത്ത മേഖലയാണ്, ഏറ്റവും തൊട്ട് കിടക്കുന്ന മേഖലയാണ് ട്രോപ്പോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയനോസ്ഫിയർ, ദെൻ എക്സോസ്ഫിയർ. അതിലെ സംയോജന മേഖല അല്ലെങ്കിൽ ട്രോപ്പോസ്ഫിയർ. ഏറ്റവും കൂടുതൽ മേഘങ്ങൾ കാണപ്പെടുന്ന മേഖലയാണ് ട്രോപ്പോസ്ഫിയർ. അപ്പോൾ മേഘങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇവിടെ ട്രോപ്പോസ്ഫിയറിൽ എന്താ പ്രത്യേകത? ഏറ്റവും കൂടുതൽ മേഘങ്ങൾ കാണപ്പെടുന്ന മേഖലയാണ് ട്രോപ്പോസ്ഫിയർ. മാത്രമല്ല എല്ലാ വിധത്തിലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളും അനുഭവപ്പെടുന്ന മേഖലയാണ് ഇടി, മിന്നൽ, അതുപോലെ തന്നെ കൊടുങ്കാറ്റ്, അങ്ങനെയുള്ള എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും എവിടെ അനുഭവപ്പെടുന്നു? ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ഏറ്റവും കൂടുതൽ മേഘങ്ങൾ കാണപ്പെടുന്ന മേഖല ചോദിച്ചാലും അത് ട്രോപ്പോസ്ഫിയർ ആണ്. അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ LDCയിലെല്ലാം ചോദിച്ചതാണ്. ഓസോൺ കാണപ്പെടുന്ന മേഖല സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ അല്ലേ. O3 ആണ് ഓസോണിൻ്റെ രാസസൂത്രം. ഇളം നീല നിറത്തിലാണ് ഓസോൺ കാണപ്പെടുന്നത്. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. സെപ്റ്റംബർ 16 ഓസോൺ ദിനമാണ്. O3 രാസസൂത്രമാണ്. ഇളം നീല നിറത്തിലാണ് ഓസോൺ കാണപ്പെടുന്നത്. ഓസോണിൻ്റെ നിറം ഇളം നീല. എവിടെയാണ് കാണപ്പെടുന്നത്? ഏത് അന്തരീക്ഷ പാളിയാണെന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ അല്ലേ. സ്ട്രാറ്റോസ് അല്ലേ, എന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ തന്നെ ഓസോൺ. സ്ട്രാറ്റോസ്ഫിയർ ഏതാണ്? ഓസോൺ. അടുത്തതാണ് മിസോസ്ഫിയർ. മിസോസ്ഫിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൊക്റ്റിലൂസെൻ്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ്. നൊക്റ്റിലൂസെൻ്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. മാത്രമല്ല ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. അടുത്തത് വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നത് എക്സോസ്ഫിയറിലാണ്. വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നത് എക്സോസ്ഫിയറിലാണ്. അടുത്തത് തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയനോസ്ഫിയറിൽ റേഡിയോ TV പ്രക്ഷേപണത്തിന് വളരെ അനുയോജ്യമായ പാളി. റേഡിയോ TV പ്രക്ഷേപണത്തിന് അനുയോജ്യമായ പാളിയാണ് തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയനോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഏറ്റവും കൂടുതൽ മേഘങ്ങൾ കാണപ്പെടുന്നു, അന്തരീക്ഷ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ എന്താ പറഞ്ഞത്? ഓസോൺ. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ കാണപ്പെടുന്നു. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷപ്പാളി സ്ട്രാറ്റോസ്ഫിയർ. സെപ്റ്റംബർ 16 എന്താണ്? ഓസോൺ ദിനം. O3 രാസസൂത്രം ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നു. സ്ട്രാറ്റോസ്ഫിയർ. മറ്റൊന്നും കൂടി പറയാനുണ്ട്. സ്ട്രാറ്റോസ്ഫിയറിലെ ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് യോജിച്ച പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് യോജിച്ച പാളി. ഇനി ജെറ്റ് വിമാനങ്ങൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ജെറ്റ് വിമാനങ്ങളുടെ ബാക്കിലായിട്ട് ഒരു നീളത്തിൽ മേഘങ്ങൾ ഇങ്ങനെ കാണപ്പെടുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അത്തരത്തിൽ ആ മേഘമാണ് കോൺട്രെയിൽ മേഘങ്ങൾ അല്ലേ. ഒരു ട്രെയിൻ പോലെ അങ്ങനെ ആലോചിച്ചാൽ മതി. കോൺട്രെയിൽ അല്ലേ. ജെറ്റ് വിമാനങ്ങൾ കടന്നു പോകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മേഘപടലമാണ് കോൺട്രെയിൽ. അടുത്തത് നമ്മൾ പറഞ്ഞു റേഡിയോ TV പ്രക്ഷേപണത്തിന് യോജിച്ച പാളി ഏതാണ്? തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയനോസ്ഫിയർ. മാത്രമല്ല ഉൽക്കാവർഷ പ്രദേശം ഏതായിരുന്നു? മിസോസ്ഫിയർ ആണ്. ക്ഷമിക്കണം, ഉൽക്കാവർഷ പ്രദേശമാണ് മിസോസ്ഫിയർ. റേഡിയോ TV പ്രക്ഷേപണത്തിന് തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയനോസ്ഫിയർ. വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നത് എക്സോസ്ഫിയറിലാണ്. ക്ലിയർ? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അന്തരീക്ഷത്തെക്കുറിച്ച് പറയുന്നത്. അന്തരീക്ഷത്തെ രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഹോമോസ്ഫിയർ, ഹെട്രോസ്ഫിയർ. ഹോമോസ്ഫിയറിനെ 5ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയനോസ്ഫിയർ, ദെൻ എക്സോസ്ഫിയർ. ഏറ്റവും കൂടുതൽ മേഘങ്ങൾ എവിടെ കാണപ്പെടുന്നു? ട്രോപ്പോസ്ഫിയറിൽ. എല്ലാ അന്തരീക്ഷ പ്രതിഭാസങ്ങളും ട്രോപ്പോസ്ഫിയറിൽ. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് യോജിച്ച പാളി ഓസോൺ കാണപ്പെടുന്ന പാളി സ്ട്രാറ്റോസ്ഫിയർ.
ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്നതും നൊക്ടിലൂസൻ്റ് മേഘങ്ങളും കാണപ്പെടുന്നത് മിസോസ്ഫിയർ. റേഡിയോ TV പ്രക്ഷേപണത്തിന് ഇമ്പോർട്ടൻ്റ് തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയണോസ്ഫിയർ. വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ എക്സോസ്ഫിയർ ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് മേഘങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. മേഘങ്ങൾ സൂര്യൻ്റെ ചൂടേറ്റ ജലാശയങ്ങളിലെ ജലമെല്ലാം നീരാവിയായി തണുത്തുറഞ്ഞാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. ആ മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫോളജി. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജി. പക്ഷേ നെഫ്രോളജി ഉണ്ട്. എന്താ നെഫ്രോളജി? അല്ലേ, മൈൻഡിൽ വന്നിട്ടുണ്ടാവും. എന്താ നെഫ്രോളജി? വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. മേഘങ്ങൾ നെഫോളജി, വൃക്കകളെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. ഇനി മേഘങ്ങളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മേഘങ്ങളെ പൊതുവെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഹൈ ക്ലൗഡ്സ് മേഘങ്ങൾ, മിഡിൽ ക്ലൗഡ്സ് മേഘങ്ങൾ, ലോ ക്ലൗഡ്സ്. ഉയരത്തിലുള്ളവ, മധ്യതലത്തിലുള്ളവ, കുറഞ്ഞ ഉയരത്തിലുള്ളവ, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മേഘങ്ങളെ. അതിലെ ഒന്നാണ് ഹൈ ക്ലൗഡ്സ് അല്ലെങ്കിൽ ഉയരത്തിലുള്ള മേഘങ്ങൾ. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിറസ് മേഘങ്ങൾ. അല്ലേ, തൂവലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘമാണ് സിറസ്. തൂവലെല്ലാം നീളത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ കൈച്ചൂലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘം ഏതെന്ന് ചോദിച്ചാലും ആൻസർ സിറസ് ആണ്. കുതിരവാൽ മേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാലും സിറസ് ആണ്. ക്ലിയർ? തൂവലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നു, കൈച്ചൂലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നു. കുതിരവാൽ മേഘങ്ങൾ എന്നറിയപ്പെടുന്നതും സിറസ് ആണ്. അടുത്തതാണ് സിറോസ്ട്രാറ്റസ്. അല്ലേ, സീറോ എന്ന് ആലോചിച്ചാൽ മതി. സൂര്യനെയും ചന്ദ്രനെയും വലയം തീർക്കുന്ന മേഘങ്ങളാണ് സിറോസ്ട്രാറ്റസ്. സുതാര്യമായ പാളികളിൽ പോലെ കാണപ്പെടുന്നു. ഇവിടെ പിക്ചറിൽ കാണപ്പെടുന്നുണ്ട് സിറോസ്ട്രാറ്റസ്. സൂര്യനെയും ചന്ദ്രനെയും വലയം തീർക്കുന്നു, സുതാര്യമായ പാളി പോലെ കാണപ്പെടുന്നു. അടുത്തതാണ് സിറോക്യുമുലസ്. ഇവിടെ ക്യുമുലസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കണം, ഒരു പന്ത് അല്ലെങ്കിൽ ഒരു കൂന പോലെ അങ്ങനെയെല്ലാം ഉള്ള ഒരു ഷേപ്പാണ് ക്യുമുലസ് എന്ന് ആലോചിച്ച് വെച്ചേക്കണം. സോ സിറോക്യുമുലസ് എന്ന് പറയുമ്പോൾ മീൻ ചെതുമ്പലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘമാണ്. വെളുത്ത കട്ടകളെ പോലെ കാണപ്പെടുന്ന മേഘമാണ് സിറോക്യുമുലസ്. മീൻ ചെതുമ്പലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നു, വെളുത്ത കട്ടകളെ പോലെ കാണപ്പെടുന്ന മേഘമാണ് സിറോക്യുമുലസ്. അടുത്തതാണ് മിഡിൽ ക്ലൗഡ്സ് മേഘമാണ് അടുത്തത്. അതിൽ ഒന്നാണ് അൾട്ടോസ്ട്രാറ്റസ്, അൾട്ടോസ്ട്രാറ്റസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കണം. അൾട്ടോസ്ട്രാറ്റസ് മഞ്ഞിനും മഴയ്ക്കും കാരണമാകുന്നു, ചാരനിറത്തിൽ കാണപ്പെടുന്നു. അല്ലേ, മഞ്ഞും മഴയും വരുമ്പോൾ തന്നെ ചാരനിറത്തിലായിരിക്കും ഓൾമോസ്റ്റ് കാണപ്പെടുന്നത്. സോ അൾട്ടോസ്ട്രാറ്റസ് പറയുമ്പോൾ മഞ്ഞിനും മഴയ്ക്കും കാരണമാകുന്ന മേഘം ഏതാണെന്ന് ചോദിച്ചാൽ അൾട്ടോസ്ട്രാറ്റസ്. ചാരനിറത്തിൽ കാണപ്പെടുന്ന മേഘമാണ് അൾട്ടോസ്ട്രാറ്റസ്. അടുത്തത് അൾട്ടോക്യുമുലസ്. അല്ലേ, ക്യുമുലസിൻ്റെ അർത്ഥം നമ്മൾ ഓൾറെഡി ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പന്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘമാണ് അൾട്ടോക്യുമുലസ്. കൊടുങ്കാറ്റിൻ്റെ സൂചനകളെല്ലാം ലഭിക്കുന്നു. സോ അൾട്ടോക്യുമുലസ് എന്നുള്ള ഈ മേഘങ്ങൾ വരുമ്പോൾ തന്നെ കൊടുങ്കാറ്റ് വരാനുള്ള സാധ്യത വളരെ ഉണ്ടായിരിക്കും. സോ അൾട്ടോക്യുമുലസ് പന്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നു, കൊടുങ്കാറ്റിൻ്റെ സൂചന നൽകുന്ന മേഘമാണ് അൾട്ടോക്യുമുലസ്. അടുത്തതാണ് ലോ ക്ലൗഡ്സ് മേഘങ്ങൾ. അല്ലേ, ലോ ക്ലൗഡ്സ് മേഘങ്ങളിൽ സ്ട്രാറ്റസ്, നിംബോസ്ട്രാറ്റസ്, സ്ട്രാറ്റോക്യുമുലസ്. അതിലെ സ്ട്രാറ്റസ് ഷീറ്റുകൾ അടുക്കിയതുപോലെ കാണപ്പെടുന്ന മേഘമാണ് സ്ട്രാറ്റസ്. ഫ്രാക്ടോസ്ട്രാറ്റസ് എന്നും ഇത് അറിയപ്പെടുന്നു. ഷീറ്റുകൾ അടുക്കിയതുപോലെ കാണപ്പെടുന്നു. ഫ്രാക്ടോസ്ട്രാറ്റസ് എന്ന പേരിലും ഏതറിയപ്പെടുന്നു? സ്ട്രാറ്റസ് മേഘങ്ങൾ അറിയപ്പെടുന്നു. അടുത്തതാണ് നിംബോസ്ട്രാറ്റസ് ആണ് അടുത്തത് വരുന്നത് കേട്ടോ. നിംബോസ്ട്രാറ്റസ് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, LDCയിലെല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘമാണ് നിംബോസ്ട്രാറ്റസ്. അതുകൊണ്ട് തന്നെ ഇരുണ്ട മേഘങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. മഴമേഘമാണ് നിംബോസ്ട്രാറ്റസ്. അടുത്തത് സ്ട്രാറ്റോക്യുമുലസ്, പാളികളായി കാണപ്പെടുന്നു. അടുത്തത് ഇടിയോടുകൂടിയ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന മേഘമാണ് ക്യുമുലോനിംബസ്. ഇടിയോടുകൂടിയ കനത്ത മഴയ്ക്ക് കാരണപ്പെടുന്നു. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യുമുലസ് മേഘം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യുമുലസ് മേഘം. ഇത് ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകളെ പോലെ കാണപ്പെടുന്ന മേഘമാണ്. പ്രസന്നമായ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന മേഘമാണ് ക്യുമുലസ്. ക്യുമുലസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കട്ടയാണല്ലോ ക്യുമുലസ്. സോ ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകളെ പോലെ കാണപ്പെടുന്നു, പ്രസന്നമായ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു. അടുത്തത് നിംബസ് മേഘങ്ങൾ. അടുത്തതാണ് നിംബസ് അന്തരീക്ഷത്തിൽ ഏറ്റവും താഴെ രൂപം കൊള്ളുന്ന മേഘമാണ്. തുടർച്ചയായ മഴയ്ക്ക് കാരണമാകുന്ന മേഘമാണ് നിംബസ് മേഘങ്ങൾ.
അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മേഘങ്ങളെക്കുറിച്ച് പറയുന്നത്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നുണ്ട്. ഈ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ആൻസർ വരണം. ഈ വീഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരണം. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം ആൻസർ വന്നല്ലോ. നെഫ്രോളജി എന്തായിരുന്നു? ക്ലിയർ. വൃക്കകളെക്കുറിച്ചുള്ള പഠനം. ഇനി മേഘങ്ങളെ വർഗീകരിച്ച വ്യക്തിയാണ് ലൂക്ക് ഹൊവാർഡ്. ആരായിരുന്നു? ലൂക്ക് ഹൊവാർഡാണ് മേഘങ്ങളെ വർഗീകരിച്ചത്. 3 തരത്തിലുള്ള മേഘങ്ങൾ: ഹൈ ക്ലൗഡ്സ്, മിഡിൽ ക്ലൗഡ്സ്, ലോ ക്ലൗഡ്സ്. അതിലെ സിറസ് ഏതിലാണ് വരുന്നത്? ഹൈ ക്ലൗഡ്സിലാണ് സിറസ് വരുന്നത് അല്ലേ? തൂവലിൻ്റെ ആകൃതി. അതുകൊണ്ട് തന്നെ വേറെ 2 ആകൃതി നിങ്ങൾ ഓർത്തു വെച്ചല്ലോ. കൈച്ചൂലിൻ്റെ ആകൃതി കുതിരവാൽ മേഘങ്ങളെന്നും അറിയപ്പെടുന്നു. അടുത്തതാണ് സിറോസ്ട്രാറ്റസ്. ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും. സൂര്യനെയും ചന്ദ്രനെയും വലയും തീർക്കുന്ന മേഘങ്ങൾ സുതാര്യമായ പാളി പോലെ കാണപ്പെടുന്നു. അടുത്തത് ക്യൂമുലസ് ഓർത്തു വച്ചല്ലോ. മീൻ ചെതുമ്പലിൻ്റെ ആകൃതി വെളുത്ത കട്ടകളെ പോലെ കാണപ്പെടുന്നു. അടുത്തതാണ് മിഡിൽ ക്ലൗഡ്സിൽ വരുന്നത് അൾട്ടോസ്ട്രാറ്റസ്, അൾട്ടോക്യൂമുലസ്. അൾട്ടോസ്ട്രാറ്റസ് മഞ്ഞിനും മഴയ്ക്കും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? ചാരനിറത്തിൽ കാണപ്പെടുന്നു. ക്യൂമുലസ് എന്നുള്ള വേർഡുണ്ട്. അതുകൊണ്ട് തന്നെ പന്തിൻ്റെ ആകൃതിയിലാണ്. ഇതിന് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കൊടുങ്കാറ്റിൻ്റെ സൂചനകളൊക്കെ ഇത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ലോ ക്ലൗഡ്സ് അല്ലെങ്കിൽ നിമ്നമേഘങ്ങളിൽ സ്ട്രാറ്റസ് ഷീറ്റുകൾ അടുക്കിയതുപോലെ കാണപ്പെടുന്നു. ഫ്രാക്ടോസ്ട്രാറ്റസ് എന്നും അറിയപ്പെടുന്നു. അടുത്തത് നിംബോസ്ട്രാറ്റസ് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നു. ഇരുണ്ട മേഘങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്തത് സ്ട്രാറ്റോക്യൂമുലസ് പാളികളായി കാണപ്പെടുന്നു. അതത്രയേ ഉള്ളൂ. പിന്നെ ഇടിയോടുകൂടിയ കനത്ത മഴയ്ക്ക് കാരണമാകുന്നതാണ് ക്യൂമുലോനിംബസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ക്യൂമുലസ് മേഘങ്ങൾ എന്തായിരുന്നു? ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകളെ പോലെ കാണപ്പെടുന്നു. പ്രസന്നമായ കാലാവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്തത് പറഞ്ഞു നിംബസ് മേഘങ്ങൾ അന്തരീക്ഷത്തിൽ ഏറ്റവും താഴെ രൂപം കൊള്ളുന്നു. തുടർച്ചയായ മഴയ്ക്ക് കാരണമാകുന്ന മേഘമാണ് നിംബസ് മേഘങ്ങൾ. ക്ലിയർ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ മേഘങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഹെഡ്ഫോൺ ഇട്ട് കേട്ടു കഴിഞ്ഞാലും യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും ദയവ് ചെയ്ത് കേൾക്കുക. മനസ്സിരുത്തി കേട്ടിട്ട് നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഇത് നോട്ടിലും കൂടെ പകർത്തണം. അത് ഇടയ്ക്ക് വായിച്ചും കൂടെ നോക്കുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഇത് പതിയുന്നതായിരിക്കും. എല്ലാ എക്സാമും നല്ല രീതിയിൽ എഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.